ഇങ്ങനെ സിമ്പിളായിട്ടൊരു സെറ്റും കൊണ്ട് കൊടുക്കുന്നതെന്ന് നോക്കിയാലോ. ഓണമൊക്കെ വരാറായ സ്ഥിതിക്ക് എന്തായാലും ഇത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ ചെറിയ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ ഇച്ചിരി ക്ലാരിറ്റി കുറവാണ്, അതെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉടുക്കുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമുക്ക് 2 പീസായിട്ടാണ് കിട്ടുന്നുണ്ടാവുക, അതറിയായിരിക്കും. അതിൽ തന്നെ നമുക്ക് കുറച്ച് ലെങ്ത് കൂടുതലുള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ താഴെ വശത്തേക്ക് എടുക്കുന്നത്. ആൻഡ് മറ്റേത് നമ്മൾ മുന്താണി പോലെ വേഷ്ടിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂടിയിട്ടുള്ള ഈ ഒരു ഭാഗം വേണം താഴെ നമുക്ക് മുണ്ടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലുള്ള ആ ഡ്രോയിങ്സ് ഒക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇത് ചെയ്തതാണ്. പണ്ട് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ മൊത്തത്തിൽ ഞാൻ പെയിൻ്റ് അടിച്ചെടുത്ത ഒരു സെറ്റ് മുണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇത് പ്യുവർ കോട്ടൺ ആയിട്ടുള്ളത് മുണ്ടാണ്, വളരെ പഴയതാണ്, അതുകൊണ്ട് വിചാരിച്ച പോലെ നിൽക്കുന്നുണ്ടായില്ല. ടിഷ്യൂ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിക്ക് തന്നെ നമുക്കിത് വെച്ച രീതിയിൽ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു താഴെയിലെ മുണ്ടില്ലേ, ആ നീളം കൂടിയത്, അതിൽ നമുക്ക് ഇങ്ങനെ ഒരു കസവിൻ്റെ വലിയൊരു ബോർഡർ ഉണ്ടാവും. ഈ ഒരു ബോർഡറാണ് നമുക്ക് നമ്മളെ ബെല്ലി ബട്ടൻ്റെ, അതായത് നമ്മളെ ബോഡിന് ഒത്ത നടുവിലായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളെ ബെല്ലി ബട്ടൻ്റെ അവിടെ ആയിട്ട് നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടുന്ന വിധത്തിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ അത് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇടതുവശത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പീസ് ഉണ്ടാവുമല്ലോ അതിങ്ങനെ കുറച്ചായിട്ട് നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇപ്പുറത്തെ സൈഡ് വരെയും വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് പഴയതായതുകൊണ്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ടായില്ല. നമ്മൾ ടിഷ്യൂവും കസവൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ രണ്ടും കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് മൊത്തത്തിൽ ഉണ്ടാകുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എൻ്റെ ഇത് സിംഗിൾ അല്ല ഡബിൾ കരമുണ്ടാണ്, അതുകൊണ്ട് അത്യാവശ്യം കട്ട് ചെയ്തതിന് നിഴലൊന്നും അടിക്കാണ്ട് കിട്ടുകയും ചെയ്യേ. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് പീസ് എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. ആ ഒരു പീസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു വലിയ ബട്ടൻ്റെ നേരെ മേലെയായിട്ടും കൂടെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസിനെ നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കുക. ഓക്കെ, നമ്മൾ ഈ സാരിക്കൊക്കെ പ്ലീറ്റ്സ് എടുക്കൂലേ, അതുപോലെ ഞാനിങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്കായിട്ടാണ് എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കുക. പിന്നെ ഇതൊക്കെയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ലെങ്ത്ത് ഇല്ലേ, താഴത്തെ ആ ഒരു ലെങ്ത്ത് കറക്റ്റായിട്ട് എടുക്കണേ. ഞാൻ ഇച്ചിരി താഴേക്ക് എടുത്തിട്ടുണ്ട്, കാരണം ചെരുപ്പ് ഇടുന്ന സമയത്ത് അത് സെറ്റ് ആയിക്കോളല്ലോ. എന്നിട്ട് ഇത് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിക്ക് കൈ കൊണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് അതൊരു ഷേപ്പാക്കി എടുക്കൂലേ, അങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ഷേപ്പാക്കിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം നമുക്കിവിടെ 3 പ്ലീറ്റ്സോ മറ്റോ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യം കുത്തിയ ആ ഒരു പീസ് ഉള്ളിൽ പോയിട്ടുണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് കൈ വെച്ചൊന്ന് അയൺ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, മൊത്തത്തിൽ അതെടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കുത്തി കൊടുക്കണം. അങ്ങനെ കുത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കുത്തിയ ഒരു വലിയ കസവുണ്ടല്ലോ അതിനെ ജസ്റ്റ് ഒന്ന് അയച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ അത് വെച്ച സ്ഥലത്തേക്ക് ഈ ഒരു പീസ് കുത്തി കൊടുക്കണം. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ടായിട്ട്, അതായത് കറക്റ്റ് ഇതിപ്പോൾ എല്ലാം ഒന്നിച്ചൊന്ന് ഇച്ചിരി പൊങ്ങി കിടക്കുമല്ലോ, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഇടത്തോട്ടേക്കായിട്ട് ആ ഒരു പീസ് നമ്മളിപ്പോൾ എടുത്ത പ്ലീറ്റ്സ് നമ്മളവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ആ എടുത്ത ഗോൾഡൻ കളർ കരയുണ്ടല്ലോ ആദ്യത്തെ നമ്മൾ അയച്ചു വെച്ചിട്ടില്ലേ, അത് ജസ്റ്റ് എടുത്തിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ, നമ്മളിപ്പോൾ വെച്ച ആ ഒരു പ്ലീറ്റ്സ് എടുത്ത സംഭവമില്ലേ അത് കവർ ചെയ്യുന്ന വിധത്തിൽ എന്ത് ചെയ്യുക, എടുത്തിട്ട് നേരത്തെ കുത്തി അതേ പ്ലേസിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് വീട്ടിൽ ആരെങ്കിലും ഉണ്ട് എന്നാണെങ്കിൽ അവരെ കൊണ്ട് ഇതാക്കിയാൽ മതിയെ. മൊത്തത്തിലൊന്ന് കറക്റ്റ് പുറത്തുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ തന്നെ നമ്മളെ മുണ്ട് അവിടെ കറക്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാകും. ഞങ്ങൾ ഇങ്ങനെയാണ് മുണ്ട് എടുക്കാറ്, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി മുകളിലേക്കുള്ള ആ ഒരു വേഷ്ടിയില്ലേ അതിൻ്റെ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഇത് മുണ്ടിട്ട് കഴിഞ്ഞാൽ അത് അത്യാവശ്യം കാലും കൈക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് നമുക്ക് അവിടെ വന്നിട്ടുണ്ടാവേ. ഇനി നമുക്ക് വേഷ്ടി എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് നമുക്ക് മുകളിലേക്ക് ഇടേണ്ടതാണല്ലോ, അതെന്ത് ചെയ്യുക, നമ്മൾ ആദ്യം തന്നെ ഏത് സൈഡിലാണോ നമുക്ക് വേണ്ടതെന്ന് നോക്കുക. നമ്മൾ മടക്കി തയ്ച്ചത് നോക്കിയാൽ മതിയേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സൈഡ് എടുത്തതിന് ശേഷം മൊത്തത്തിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതായത് നമ്മൾ അഴിച്ചിടുന്നുണ്ടാവുമല്ലോ സിംഗിൾ പ്ലീറ്റ്, അതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കുത്തിയിട്ട് തന്നെയാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു സംഭവം എത്രയാണോ വേണ്ടതെന്നുള്ളത് വെച്ചിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം അത് കറക്റ്റായിട്ട് നമ്മളെ തോളിലിട്ടിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് ആ ലെങ്ത്ത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് താഴത്തെ വശത്ത് വേണമെങ്കിൽ ഒരു പിന്ന് കുത്താട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊരു പിന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ബ്ലൗസുമായിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് പിന്ന് കുത്തിയിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ പിന്ന് കുത്തിയിട്ട് ആ ഒരു ലെങ്ത്ത്, അതായത് ബാക്കിൽ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിന്ന് കുത്തിയിട്ട് സെക്യൂർ ചെയ്ത് എടുക്കുക.
അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സത്യം പറഞ്ഞാൽ സാരിനേക്കാൾ എളുപ്പമാണ് സെറ്റ് മുണ്ട് ഉടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു പ്രാക്ടീസ് ഉണ്ടെന്നാണെങ്കിൽ വേഗം തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ആ ഒരു തോളിൽ നമ്മൾ കുത്തി കൊടുത്തല്ലോ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മുമ്പിൽ ഇങ്ങനെ കുറേ വന്നിട്ടുണ്ടാകും, അതിൽ അടിയിലത്തെ പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മളെ നേരെ നെഞ്ചിൻ്റെ മുകളിലായിട്ട് വെക്കുക. ഓക്കെ, ഏറ്റവും പുറത്തേക്കായിട്ട്. എന്നിട്ട് ബാക്കിയുള്ള പ്ലീറ്റ്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക, കൈ കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ആക്കി പിടിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ മുകളിലൂട്ടല്ലേ അങ്ങനെ കവർ ചെയ്ത് പോകണം, ആ ഒരു കസവിൻ്റെത്. പിന്നെ അതിൻ്റെ താഴെയുള്ളത് അതിൻ്റെ കുറച്ച് മേലെ, അതിൻ്റെ കുറച്ച് മേലെ, അതിൻ്റെ കുറച്ച് മേലെ, അങ്ങനെ ഇതിനെ ജസ്റ്റ് ഒന്ന് നമ്മളെ കാണുന്നത് പോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്താൽ മതി. കാരണം ഇത് കോട്ടൺ ആയതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി എന്താ ചെയ്യുക, നമ്മൾ ആ ഒരു മൊത്തത്തിൽ വെച്ചതിന് ശേഷം ബാക്കി വന്ന് ഇപ്പുറത്തെ പീസ് ഉണ്ടല്ലോ, അത് വലിച്ചിട്ട് ഇങ്ങനെ ബെല്ലി ബട്ടൻ്റെ അവിടെയായിട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ കുത്തുക, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ആ ബാക്ക് സൈഡിൽ ഒരു വി ഷേപ്പിൽ ഈ ഒരു തോർത്തിൻ്റെ അറ്റം വരുന്നുണ്ടോ എന്ന് നോക്കണേ, അന്നേരമാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മുന്നിലത്തെ ആ ഒരു പീസും കൂടെ ജസ്റ്റ് കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് മുണ്ട് ഉടുക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, 5 മിനിറ്റ് പോലും വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഓണമൊക്കെ വരാനാകുന്ന സമയമല്ലേ, അപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് തന്നെ ഉടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇനി ഓണം റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും കണ്ടൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം, ഞാനത് നോക്കിയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സാരി എങ്ങനെ റെഡി ടു വെയർ ആക്കാം ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് അവസാനം ഞാൻ ആ മുന്താണിയില്ലേ അവിടെ ജസ്റ്റ് ഒന്ന് പിന്നെ വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതാണ് അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.